വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീറ്റ് മീനാക്ഷി. അങ്ങനെ കുറേ ദിവസത്തെ കല്യാണ പരിപാടി, ഹൽദിയും ഈവനിങ് റിസപ്ഷനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മുവിൻ്റെ കല്യാണ ദിവസം കുറേ നാളിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടി ഒരു സാരി എടുത്തത്. സാരി എടുക്കാൻ പോയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും മാച്ചിങ് ആയിട്ടൊരു മെറ്റീരിയൽ നിയമമൊക്കെ പട്ടുപാവാട തയ്ക്കാൻ കിട്ടുമെന്ന്. പക്ഷേ കറക്റ്റ് നല്ല ചേർച്ചയുള്ളൊരു മെറ്റീരിയൽ കിട്ടുകയും ചെയ്തു. ഞാൻ പറഞ്ഞതിനെക്കാട്ടി ഭംഗിയായിട്ട് അമ്മ എൻ്റെ തയ്ച്ചും തന്നു. ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് ഞാൻ നേരെ അമ്മുവിനെ കാണാനായിട്ടാണ് പോയത്. അമ്മുവിൻ്റെ വെഡിങ് ലുക്ക് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. റാണി പിങ്ക് സാരിയാണെന്ന് മാത്രം അറിയാം, പക്ഷെ ലുക്ക് എങ്ങനെ വന്നിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ നല്ല കിടിലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര നാച്ചുറൽ ലുക്കായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും നമ്മുടെ ചെക്കിനെത്തി. 11:30-ക്കായിരുന്നു കല്യാണ മുഹൂർത്തം. അങ്ങനെ സ്വീകരണത്തിന് എല്ലാവരും റെഡിയായി. സ്വീകരണം കഴിഞ്ഞ് കല്യാണത്തിന് അധികം സമയമില്ലായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിച്ച് അവരെന്ന് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പാവം എൻ്റെ നീക്കൊട്ടൻ അവളുടെ ആനട്ടോയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അപ്പച്ചന്മാരും മാമിമാരും എല്ലാം അവിടെ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. നിയമങ്ങൾ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ നേരെ സ്റ്റേജിലോട്ട് പോയി, അമ്മുവിൻ്റെ അടുത്തോട്ട്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അവർ ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ട് കല്യാണ ദിവസം ഇരിക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കും. ചെക്കൻ വന്ന് സ്റ്റേജിലിരിക്കുന്നത് പെണ്ണ് ഡ്രസ്സിങ് റൂമിൽ. അപ്പോൾ എന്തോ ഒരു സ്ട്രെസ്ഫുൾ ആയിരിക്കും എന്നറിയാമോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം ഓഡിറ്റോറിയത്തിൽ മണ്ഡപത്തിൻ്റെ സൈഡിൽ നിന്നു. അമ്മൂനങ്ങ് സ്റ്റെപ്പ് വഴി അവൾ ഫ്രണ്ടിൽ കൂടെ വരുന്നത്. അങ്ങനെ പയ്യനും അമ്മയും അച്ഛനും എല്ലാം തൊഴുത്ത് വന്നു. അമ്മു സ്റ്റേജിലോട്ട് പോകാനായിട്ട്, സ്റ്റേജിലോട്ട് മണ്ഡപത്തിലോട്ട് കയറാനായിട്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങുന്നതിനുള്ള ടെൻഷനാണ് അവർക്ക്. കല്യാണത്തിൻ്റെ ചടങ്ങുകളെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഞാൻ നേരെ നിയമമുള്ള അടുത്തോട്ട് ഓടി. അവളുടെ അമ്മാമ്മയോട് നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു, നല്ല ഹാപ്പി ആയിട്ട്. അതുകൊണ്ട് എനിക്കൊരു സമാധാനമായിരുന്നു. ഹലോ, എൻ്റെ അമ്മയും നിയമങ്ങളും ഒരേപോലെ ഇരിക്കുന്നെന്നാണ് വന്നവരെല്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഞാനും നിയമോളും ചേട്ടനും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പുറത്ത് വന്നു. ഈ ഒരു ഏജ് ഓടിക്കളിക്കുന്ന സ്റ്റേജ് മാത്രമല്ല, അവൾ ഒരിടത്ത് അടങ്ങി നിൽക്കാത്തതുകൊണ്ട് തന്നെ ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും പിന്നെ സോപ്പിട്ട് 1-2 പിക്ക് എടുപ്പിച്ചു. കുഞ്ഞിന് ചെറുതായിട്ടൊരു കുട്ടി ഉറക്കമൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. ഊണും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓർക്കാമെന്ന് വിചാരിച്ചു. ഊണിന് മുന്നേ സ്റ്റേജിൽ കയറി അമ്മൂൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു കുതിരയെടുപ്പിനുള്ള ആളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സൈഡിൽ കൂടെ നൈസായിട്ട് കയറി പറ്റിയിട്ടുണ്ട്. കല്യാണത്തിന് എൻ്റെ അമ്മയുടെ അനിയത്തിമാർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ നിശക്കുഞ്ഞമ്മയും നീതു ചേച്ചി, നിങ്ങളെൻ്റെ വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഫോട്ടോ എടുക്കാൻ നിയമോളെ നിർത്താൻ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി, പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു. അവൾ അപ്പോഴേ അമ്മയുടെ കൂടെ ഓടി. പിന്നെ ഞാനും ചേട്ടനും പെട്ടെന്ന് കയറി ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ ഊണ് കഴിക്കാനായിട്ട് വന്നു. പിന്നെ കല്യാണ സദ്യ പറയാതിരിക്കാൻ വയ്യ. അമ്മുവിൻ്റെ കല്യാണമായിട്ട് പറയുമല്ല, നല്ല കിടിലും കല്യാണ സദ്യയായിരുന്നു. ഞാൻ അടുത്തൊന്നും ഇത്രയും ടേസ്റ്റി ആയിട്ട് കല്യാണ സദ്യ കഴിച്ചിട്ടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ ചേട്ടൻ്റെ കൂടെ തിരിച്ച് ചവറയിലോട്ട് പോകണോ അതോ നല്ലവാതിലും കൂടെ കൂടിയിട്ട് പോകണോ എന്നൊക്കെ ആ ഒരു ആലോചനയിലായിരുന്നു ഞാൻ. ഒന്നാമത്തെ കാര്യം ദൂരമുണ്ട്, അപ്പം നീമോളയും കൊണ്ട് പോയാൽ എത്രത്തോളം പോസിബിൾ ആണോ എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞാനൊന്ന് ആലോചിച്ചിട്ട് അവസാനം നല്ലവാതിൽ പോകണം എന്ന് തന്നെ തീരുമാനത്തിലെത്തി. കല്യാണമൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുക. എത്ര നാളായി കല്യാണ സദ്യ കഴിച്ചിട്ട്? ലാസ്റ്റ് എന്റെ കല്യാണത്തിന് അല്ലേ കല്യാണ സദ്യ കഴിച്ചത്. നല്ല സദ്യ പാട്ട്
അമ്മയ്ക്ക് മുമ്പോട്ട് വരുമോ? അമ്മൂനെ യാത്ര അയക്കാനുള്ള ടൈമായി. അവൾ മാക്സിമം കരയാതെ പിടിച്ചു നിന്നായിരുന്നു. പക്ഷേ അവസാനമായപ്പോൾ അവളും കരഞ്ഞു പോയി, ഞങ്ങൾക്കും വിഷമമായി, എല്ലാവരും കരച്ചിലായിരുന്നു. അമ്മൂനെ യാത്രയാക്കിയിട്ടുള്ള എല്ലാവരുടെയും എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞൊരു മിക്സഡ് ഇമോഷൻ. അമ്മ പോയതിൻ്റെ വിഷമവും അമ്മൂൻ്റെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നതിൻ്റെ സന്തോഷവും. അശോക് മാമനും ജിജിപ്പയെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിച്ച സ്വപ്നം നടന്നതിൻ്റെ സന്തോഷവും 24 വർഷം കൂടെ ഉണ്ടായിരുന്ന മകൾ പോയതിൻ്റെ വിങ്ങലുമാണ്. നമ്മുടെ അമ്മൂനും വിഷ്ണുവിനും എല്ലാവിധ ആശംസകളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.